യാസീൻ ഓതി വെക്കണം. അല്ലാഹുമ്മയുടെ നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറൊക്കെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി അല്ലാഹു സ്വർഗ്ഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മയെ സ്നേഹിച്ച് ഉമ്മയെ കാണാത്ത ഉപ്പമാര് പ്രിയപ്പെട്ട ഉമ്മയെ സ്നേഹിച്ച് അൽഹംദുലില്ലാഹ് എന്തൊരു ഭാഗ്യമായിരിക്കും ആ ഖബറിൽ കിടന്ന് ആസ്വദിക്കുന്നുണ്ടാവും. അറിവിനിലാവ് കുടുംബങ്ങളുടെ, അറിവിനിലാവ് ഉമ്മമാരുടെ പ്രാർത്ഥന, അറിവിനിലാവ് ഉപ്പമാരുടെ പ്രാർത്ഥന ആ ഖബറിൽ കിടന്ന് അങ്ങനെ ആസ്വദിക്കണ്ടാവും. പാവമായിരുന്നു എൻ്റെ ഉമ്മ, പച്ചപ്പാവം നിങ്ങളെ പോലെ തന്നെ. ഞാൻ അതിനേക്കാളും കുറച്ച് കൂടുതൽ പറയാം. പച്ചപ്പാവായിരുന്നു. ദുനിയാവിലെ ആസ്വാദനം ഉമ്മാക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൂടി നല്ല യാത്ര, നല്ല ഭക്ഷണം, നല്ല വീട്, നല്ല വാഹനം, നമുക്കതൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. പാവായിരുന്നു. മരിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പാണ് ഉമ്മ ഒരു നല്ലൊരു കട്ടിലിമ കടന്നത്. നല്ലൊരു കട്ടിലിമ കിടക്കയല്ലോ, കിടക്കൊക്കെ ഇപ്പോഴാണ്. ഉമ്മക്ക് കിടക്കയിലൊന്നും കിടക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. കട്ടിലിമ ആദ്യം പടിയായിരുന്നു, മരത്തിന്റെ പടിയായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ സ്കൂൾ പടിയിൽ അവിടെ ജോലി ചെയ്ത സമയത്ത് അവിടെ കുഞ്ഞിപ്പാക്ക, നമ്മളെ MLA കുഞ്ഞിപ്പാക്ക എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു കുഞ്ഞിപ്പാക്കുണ്ട്. അല്ലാഹു ആഫിയത്തും ബർക്കത്തും കൊടുക്കട്ടെ. കുഞ്ഞിപ്പാക്ക, ഹൈദറാക്ക, കരിമാജി സ്നേഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ കുഞ്ഞിപ്പാക്കാന്റെ വീട്ടിലെ പഴയ കട്ടില് കുഞ്ഞിപ്പാക്ക മാറ്റിയപ്പോ സ്നേഹത്തോടെ എനിക്ക് തന്ന കുഞ്ഞിപ്പാക്ക ഇഷ്ടം കൊണ്ട് തന്ന അതിലായിരുന്നു ഉമ്മ കുറച്ചു കാലം കിടന്നിരുന്നത്. പിന്നെ മരണപ്പെട്ടു. അപ്പോ അങ്ങനെയാണ് അവരുടെ ജീവിതം. നമ്മുടെ ഉമ്മമാരുടെ, വല്യമ്മമാരുടെ ഒക്കെ ജീവിതം അങ്ങനെയാണ്. അപ്പൊ ഒരുപാടുണ്ട് ഉമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനൊക്കെ പടച്ച റബ്ബ് കൊടുത്ത ഒരു ഫലമായിരിക്കും നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു പ്രാർത്ഥന. അത് അള്ളാഹു നൽകിയതാണ്. അത് അള്ളാഹു നൽകിയ നിഅമത്ത്. എത്ര ആളുകൾ ഉമ്മക്ക് വേണ്ടി ദ്വാരക്കുന്നു. അത്രയും കഠിനാധ്വാനം ചെയ്ത് പാവപ്പെട്ട് ഒരു ഉമ്മയാണ്. അല്ലാഹുമ്മയുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. പല ആളുകളും പറയാൻ ഉമ്മയെ കണ്ടിട്ടില്ലല്ലോ, ഉമ്മന്റെ ഒരു ഫോട്ടോ കാണിച്ചു, ഉമ്മനെ കണ്ടിട്ടില്ല, പാവാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് കാണാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ്. ഞാൻ എവിടെ വാതിന് പോകുമ്പോഴും ഉമ്മന്റെ വാതിൽ വെക്കാൻ വരും. ഈ പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും കുഞ്ഞിപ്പുസ്താന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് ഞാൻ എന്നും വാതിൽ പറയുമ്പോൾ ഉമ്മ ഉണ്ടാവും മജ്‌ലിസിൽ. വാഴ പറയാന് ഇവിടുന്ന് സ്ത്രീകളെ വാഴ കേൾക്കാൻ ഇവിടുന്ന് ആളുകളെ വണ്ടിയിൽ കൊണ്ടുപോകണമെന്ന് ഞാൻ തന്നെയാണ്. ഓരോ കൊണ്ടാക്കലും ഞാൻ തന്നെയാണ്. വാഴ പറയണത് ഞാൻ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ ഉമ്മ ഉണ്ടാവും. ഉമ്മ എപ്പോഴും ഉണ്ടാവും. എന്റെ വാഴ കേൾക്കാനും എന്റെ പ്രസംഗം കേൾക്കാനും ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം. യഥാർത്ഥത്തിൽ എന്റെ മോട്ടിവേറ്റർ ഉമ്മനെയാണ്. പിന്നെ ഉമ്മ മരിച്ചതിന് ശേഷം പിന്നെല്ലാം പ്രിയപ്പെട്ട എന്റെ ഭാര്യ, അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹുമ്മന്റെ പൊരുത്തം അല്ലാഹു നമുക്ക്